ഇവിടെ കസ്റ്റമർ ക്രിയേഷനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റോക്ക് ഐറ്റങ്ങളെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹൗ ടു ക്രിയേറ്റ് സ്റ്റോക്ക് ഐറ്റം പേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ടാലിയിലൊക്കെ നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നവരായിരിക്കും, അറിയാത്തവരും കാണും. അപ്പോൾ നമ്മൾ ഫീച്ചറിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫീച്ചറിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ഇൻവെൻട്രി ഐറ്റംസ് അല്ലെങ്കിൽ ഇൻവെൻട്രി ആൻഡ് സർവീസിൽ നിന്നും ഇൻവെൻട്രി ഐറ്റത്തെ ക്ലിക്ക് ചെയ്താൽ അവിടുത്തെ ന്യൂ ഇൻവെൻട്രി ഐറ്റം, ഈ രണ്ട് പാർട്ടിൽ ഏത് വേയിൽ വേണമെങ്കിലും നമുക്ക് ആരും ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോക്ക് ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോക്ക് ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഐറ്റം ഐ ഡി, നമ്മൾ വെഞ്ചറിനെയും കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കസ്റ്റമർ ഐ ഡി വെഞ്ചർ ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പേഴ്സ് കൊടുക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഐറ്റം ഐ ഡി കൊടുക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ഏത് സ്റ്റോക്ക് ഐറ്റം ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ നെയിം ആയിരിക്കും ഡിസ്ക്രിപ്ഷൻ. പിന്നെ ഐറ്റം ക്ലാസ്, സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുക. പിന്നെ ഇതിന് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതായത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റോക്ക് ഐറ്റംസ് ലൈക്ക് കമ്പനി നെയിം, സൈസ്, കളർ, നമുക്ക് എന്താണോ നമ്മുടെ സ്റ്റോക്ക് ഐറ്റത്തിന് കൊടുക്കുന്നത് ഇഷ്ടമുള്ളത് അത് നമുക്ക് കൊടുക്കാം. പിന്നെ പ്രൈസ് ലെവൽസ്, ഓക്കെ, ഒരു സെല്ലിംഗ് പ്രൈസും കൊടുക്കുക, ഒരു പർച്ചേസിങ് പ്രൈസും കൊടുക്കുക. ഓക്കെ, പിന്നെ ഐറ്റം ടൈപ്പ്, എൻ്റെ ഐറ്റം ടൈപ്പ് ഏതാണോ ആ ഐറ്റം ടൈപ്പിൽ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കണം, സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത്രയും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ കംപ്ലീറ്റ് ആവും.